പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മൈസെൽഫ് ഡോക്ടർ ഉസ്മാൻ, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി, യൂണിറ്റി വുമൻസ് കോളേജ് മഞ്ചേരി. ഇനി മുതൽ കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും 4 വർഷ ബിരുദ പ്രോഗ്രാമുകളാണ് നടക്കാൻ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസം സമന്വയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇതിന് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം അന്താരാഷ്ട്ര താളത്തിനൊപ്പം തന്നെ മുന്നേറുക എന്ന ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. മഞ്ചേരി യൂണിറ്റി കോളേജ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ബോട്ടണി ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നു. ഭൂമിയിലെ ജീവന്റെ പ്രധാന ഉറവിടം സസ്യങ്ങളാണ്. വിവിധ വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കായി അവ നമുക്ക് ഭക്ഷണവും ഓക്സിജനും വിവിധ അസംസ്കൃത വസ്തുക്കളും നൽകുന്നു. അതുകൊണ്ടാണ് പണ്ട് മുതലേ മനുഷ്യർക്ക് സസ്യങ്ങളോട് താല്പര്യം തോന്നിയത്. ഗ്രീക്ക് പണ്ഡിതനായ തിയോഫ്രാസ്റ്റസ് ലോകത്തിലെ ആദ്യകാല സസ്യശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു. സസ്യങ്ങളെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ കാരണം അദ്ദേഹം സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നു. സസ്യങ്ങൾ മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ദൈനംദിന ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ അവ ഉപയോഗിക്കുന്നു. സസ്യശാസ്ത്രം സസ്യങ്ങളുടെ സവിശേഷതകളും ഉപയോഗങ്ങളും പഠിപ്പിക്കുന്നു. അതിനാൽ സസ്യശാസ്ത്രം വളരെ പ്രധാനമായിട്ടാണ് ഇന്ന് ലോകം കാണുന്നത്. ശാസ്ത്രം, വൈദ്യശാസ്ത്രം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നീ മേഖലകളെ സ്വാധീനിക്കുന്നതിനുള്ള വിവിധതരം സസ്യങ്ങളെയും അവയുടെ ഉപയോഗങ്ങളെയും സവിശേഷതകളെയും കുറിച്ചുള്ള പഠനമാണ് ബോട്ടണി കൈകാര്യം ചെയ്യുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കുന്ന ബയോമാസ്, മീഥെയ്ൻ വാതകം തുടങ്ങിയ ജൈവ ഇന്ധനങ്ങളുടെ വികസനത്തിന്റെ താക്കോലായി സസ്യശാസ്ത്രം ഇന്ന് ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്നു. സാമ്പത്തിക ഉൽപാദനക്ഷമതയുടെ മേഖലയിൽ സസ്യശാസ്ത്രം പ്രധാനമാണ്. കാരണം ഇത് വിളകളെക്കുറിച്ചുള്ള പഠനത്തിലും വിളകളുടെ വിളവ് വർദ്ധിപ്പിക്കാൻ കർഷകരെ സഹായിക്കുന്ന അനുയോജ്യമായ വളർച്ചാ സാങ്കേതികതകളിൽ ഉൾപ്പെടുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിലും സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം പ്രധാനമാണ്. 21ാം നൂറ്റാണ്ടിലെ സസ്യശാസ്ത്രത്തിന്റെ പ്രധാന വിഷയങ്ങൾ തന്മാത്രാ ജനിതശാസ്ത്രവും എപ്പിജെനറ്റിക്സുമാണ്. ഇത് സസ്യകോശങ്ങളുടെ ടിഷ്യൂകളുടെയും വേർതിരിവ് സമയത്ത് ജീൻ എക്സ്പ്രഷന്റെ സംവിധാനങ്ങളും നിയന്ത്രണങ്ങളും പഠിപ്പിക്കുന്നു. ആധുനിക ഹോർട്ടിക്കൾച്ചർ, കൃഷി, വനവൽക്കരണം, സസ്യപ്രജനനം, ജനിതകമാറ്റം തുടങ്ങിയ വസ്തുക്കളിൽ ബൊട്ടാണിക്കൽ ഗവേഷണത്തിന് വൈവിധ്യമാർന്ന പ്രയോഗങ്ങളുണ്ട്. ഊർജ്ജ ഉൽപാദനവും പരിസ്ഥിതി മാനേജ്മെന്റ്, ജൈവവൈവിധ്യ പരിപാലനം എല്ലാം അതിൽ ഉൾപ്പെടുന്നു. മഞ്ചേരി യൂണിറ്റി കോളേജിലെ ബോട്ടണി വിഭാഗം നല്ല നാളേക്കായി നിങ്ങൾ ഓരോരുത്തരെയും സസ്യങ്ങളുടെ ലോകത്തേക്ക് ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.